ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. കോച്ചിന് വേണ്ട പ്ലേയേഴ്സിനെങ്കിലും സൈൻ ചെയ്യണ്ടേ? കളിക്കാർക്ക് നമ്മളെപ്പോഴും സപ്പോർട്ടാണ്. ടീം അടിപൊളിയായിട്ട് വിജയ രീതിയിലേക്ക് തിരിച്ചു വരും. 3-1 ഞങ്ങളുടെ ശബ്ദമാണ് കേട്ടോ ഇത്, ഞങ്ങളുടെ വോയിസ് ആണ്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് 11 വർഷം ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്താ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ അറിയാലോ, ഇന്ന് നമ്മുടെ മാച്ച് ഡേ ആണ്. ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസിയുമായിട്ട് ഏറ്റുമുട്ടാൻ പോവാണ്. നമ്മുടെ ഹോമിൽ വെച്ചാണ് മാച്ച്. എന്താ പറയുക, എല്ലാ മാച്ചിന് വരുമ്പോൾ വളരെ എന്തൊക്കെ വിഷമാണെങ്കിലും തോൽവിയാണെങ്കിലും ഒരു സന്തോഷത്തോടെയാണ് മാച്ച് ഡേ ആകുമ്പം വരാറ്. പക്ഷെ ഇന്ന് ആ ഒരു സന്തോഷമല്ല. എന്താ അറിയില്ല, നമ്മളെ ടീമിൻ്റെ ഒരു അവസ്ഥ കാരണം, മാനേജ്മെൻറ്റിൻ്റെ കുറേ തീരുമാനങ്ങളും കാര്യങ്ങളും കാരണം നമ്മളെ കോച്ച് പോയി. അപ്പം മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു വിഷമഘട്ടത്തിലൂടെയാണ് ടീമും ഫാൻസും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു മാച്ചിലെങ്കിലും ജയിച്ചില്ല. കാരണം മുഹമ്മദ് നസി എന്ന് പറയുന്നത് പോയിന്റ് ടേബിളിൽ ലാസ്റ്റാണ്. അപ്പം ലാസ്റ്റ് നിൽക്കുന്ന ടീമിനോടെങ്കിലും, നമ്മൾ 10ാമതാണ്, അത് വേറെ കാര്യം. എന്നിരുന്നാലും ലാസ്റ്റുള്ള ടീമിനോട് ഒരു വിജയം, 3 പോയിന്റ്, പ്ലേ ഓഫ് സാധ്യതകൾ, എങ്ങനെങ്കിലും പ്ലേ ഓഫ് കയറി കൂടാമെന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും ഈ ഒരു മാച്ച് ജയിച്ചാണ്ടാവും. ഞായറാഴ്ച ആയിട്ട് കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് കാണാൻ വളരെ ആൾ കുറവാണ് ഇന്ന്. കാരണം 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ആൾക്കാരെ കൊണ്ട് നിറയുന്നതാണ്. പക്ഷേ ഇന്ന് തീരെ ആൾ കുറവാണ്. എന്തായാലും നോക്കാം. ഇന്ന് മഞ്ഞപ്പട്ടേന്റെ കുറെ പ്രതിഷേധ പരിപാടികൾ സ്റ്റേഡിയത്തിനകത്തും പുറത്തുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് മെല്ലെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലേക്ക് കയറാം. കോച്ചിന് വേണ്ട പ്ലേയേഴ്സിനെങ്കിലും സൈൻ ചെയ്യണ്ടേ? കോച്ചിന്റെ റീസെന്റ് ആയിട്ട് ഇന്റർവ്യൂ പറഞ്ഞു പുള്ളിക്ക് വേണ്ടത്ര ബാക്കപ്പുകളില്ല, ഈ സ്ക്വാഡിനെ വെച്ച് കപ്പടിക്കാൻ പറ്റില്ല എന്ന് കോച്ച് തന്നെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, എന്താ ഫാൻസ് ഒബ്സസ്ഡ് ആവരുന്നു. പിന്നെ ഫാൻസ് എന്തിനാണ് ഒബ്സസ്ഡ് ആവേണ്ടത്? കപ്പിലല്ലാതെ വേറെ എന്തിനാണ് ഫാൻസ് ഒബ്സസ്ഡ് ആവേണ്ടത്? ഇനി ടീമിന്റെ പ്രതീക്ഷ എങ്ങനെയാ? എനിക്ക് ടീമിന് ഈ സീസണിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കഴിഞ്ഞ പോലത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു ടൈമിലുള്ള മാച്ചായിരുന്നു മുംബൈക്ക് മാച്ച്. ആ മാച്ചിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് നമ്മൾ സ്റ്റേഡിയം, ആ ഗ്യാലറി ഫുള്ള്, അതായത് ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ് എല്ലായിടത്തും നമ്മൾ ആൾക്കാരെ കയറ്റി മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാച്ചിൽ മഞ്ഞപ്പട ടിക്കറ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മഞ്ഞപ്പടയുടെ ഭാഗത്തുനിന്ന് അതിനുള്ള ഇതില്ല, നമ്മളിത് വരുമെന്ന് പറയുമ്പോൾ അവർ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കുകയാണ്. ഇതാണ് ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം? ഇതാണോ അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം? നിലവിലെ പ്രൊട്ടസ്റ്റുകൾ ഉദ്ദേശിച്ച് വന്ന് നമ്മൾ ബാനർ ടൈപ്പിലാണ്. പിന്നെ സ്റ്റേഡിയത്തിനകത്തും ചെറിയ രീതിയിൽ പ്രൊട്ടസ്റ്റുകളുണ്ട്. അതേസമയം തന്നെ നമ്മൾ ഓൺലൈനിലും നമ്മുടെ പ്രൊട്ടസ്റ്റ് എന്തുണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ടീം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. ടീമിൽ മോശം അല്ലെങ്കിൽ ഉള്ള ഒരു പൊസിഷൻസിനുള്ള പ്ലെയേഴ്സിനെ ടീം എന്ത് ചെയ്യണം, ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ കൊണ്ടുവരണം. അതേപോലെ ടീമിൻ്റെ മെൻറ്റാലിറ്റി, ടീമിൻ്റെ അത് മാനേജ്മെൻറ്റ് തലത്തിലാണെങ്കിലും പ്ലേയേഴ്സിൻ്റെ തലത്തിലാണെങ്കിലും വിജയിക്കാനുള്ള മെൻറ്റാലിറ്റിയും അതേപോലെ കപ്പടിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയും ടീമിൻ്റെ എല്ലാ ആളുകൾക്കും വേണ്ടി വേണം. അതേപോലെ സോ ഗൈസ്, അങ്ങനെ സ്റ്റേഡിയത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് എന്താ പറയുക, കളി കാണുക എന്നതിലുപരി മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള മഞ്ഞപ്പടയുടെ പ്രതിഷേധത്തിൽ ഭാഗമാവുക എന്നുള്ളതാണ്. ഏതായാലും ടീം ജയിക്കണം എന്നാണ് ആഗ്രഹം. 2-1 ടീം ജയിക്കും എന്നാണ് ആഗ്രഹം. 2-1 ജയിക്കും. അതേപോലെ തന്നെ നമ്മളെ ടീം ജയിച്ചിട്ട് കളിക്കാർക്ക് നമ്മളെപ്പോഴും സപ്പോർട്ടാണ്. ടീം അടിപൊളിയായിട്ട് വിജയ രീതിയിലേക്ക് തിരിച്ചു വരും. ഒന്നുകൂടി കിട്ടിയിട്ട് 3 അടിക്കും. ഒന്നും കൂടി കിട്ടിയിട്ട് ആദ്യം പിന്നെ 3 തിരിച്ചടിക്കും. സൈദ എന്താ പറയാനുള്ളത്? 2-0. 2-0. ചേട്ടാ 3-1. 3-1. മൂന്നെണ്ണം ആരൊക്കെ അടിക്കുന്ന കേക്കട്ടെ? അത് നോവ അടിക്കും, പിന്നെ 1 പെപ്പറി അടിക്കാം, അതിനിടയ്ക്ക് ആരോ അടിക്കും, അത് പറയാനുള്ളൂ. ഏതായാലും വിജയപ്രതീക്ഷ തന്നെയാണ്. മെല്ലെ കയറി നോക്കട്ടെ. സോ ഗൈസ്, അങ്ങനെ വീണ്ടും ഗേറ്റ് നമ്പർ 16 ഈസ്റ്റ് ഗാലറി. ഹിയർ വി ഗോ അഗെയിൻ. അങ്ങനെ വീണ്ടും കയറാൻ പോവാണ്. ഇന്നെങ്കിലും ജയിക്കും, ആ 3 പോയിന്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലേക്ക് പ്രതീക്ഷയോടെ കയറുകയാണ്. അങ്ങനെ ടിക്കറ്റ് സ്കാൻ ചെയ്തു, ഉള്ളിലേക്ക് കയറുകയാണ്. ഗൈസ്, എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സ്ഥലത്തെത്തി ഈ ഒരു ഗാലറിയിലേക്ക് ഓടി കയറുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷയാണ്. നമ്മുടെ ടീം ജയിക്കും, നമുക്ക് 3 പോയിന്റ് കിട്ടും, എന്താ ഒരു പ്രത്യേക ഒരു പ്രതീക്ഷയാണ് ഈ ഒരു സ്ഥലത്തെത്തി ഗാലറിയിലേക്ക് ഓടി കയറുമ്പോൾ. ഗൈസ്, അങ്ങനെ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. എന്താ പറയാ, വളരെ നിശബ്ദമായി നിൽക്കുന്ന മഞ്ഞപ്പട സ്റ്റാൻഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബാനർ മഞ്ഞപ്പട ഇട്ടിട്ടുണ്ട്.
ഞങ്ങളുടെ ശബ്ദമാണ് കേട്ടത്, ഞങ്ങളുടെ വോയിസ് ആണ്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് 11 വർഷം ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്താ. ഇത് ചുമ്മാ കൊണ്ടുപോകാനില്ല. ഞങ്ങളുടെ വോയിസ് ആണ്. കിക്ക് ഓഫ് കഴിഞ്ഞ് നമ്മൾ മഞ്ഞപ്പട പറഞ്ഞ പോലെ തന്നെ ബാനേഴ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ബാനേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ പ്ലക്കാർഡ് ഉണ്ടായിരുന്നു. അപ്പം സ്റ്റാൻഡിൽ കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം പോലീസ് വന്ന് പോലീസും ചിലപ്പം സെക്യൂരിറ്റി ഗാർഡും കൂടി ചിലപ്പം ബാനേഴ്സ് അയച്ചു മാറ്റാൻ സാധ്യതയുണ്ട്. ഏതായാലും മഞ്ഞപ്പട സ്റ്റാൻഡ് ഇത്രയും ചാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ചാൻഡുകളില്ല, ഡ്രമ്മില്ല, കാര്യങ്ങളൊന്നുമില്ല. നിശബ്ദമായ മഞ്ഞപ്പട സ്റ്റാൻഡാണ്. ഗൈസ് അങ്ങനെ ഹാഫ് ടൈം ആയി. സ്കോർ സ്റ്റിൽ 0-0 ആണ്. ഗൈസ് അങ്ങനെ ഒരു ഗോള് നമ്മൾ അടിച്ചിട്ടുണ്ട്. ലൂണയുടെ കോർണറിൽ കീപ്പർ ഒരു മിസ്റ്റേക്ക് ആണ്. പക്ഷെ എന്നാലും ഗോള് തന്നെയാണല്ലോ. അപ്പം എന്താ പറയാ, സമയം 63 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗോളിന് മുന്നിലാണ്. ഏതായാലും ഈ മാച്ച് ജയിക്കാനാവും തന്നെ വിചാരിക്കും നമ്മൾ. അങ്ങനെ 2 ഗോളായിട്ടുണ്ട്. നോഹയുടെ ഒരു ഹെഡറിലൂടെ രണ്ടാമത്തെ ഗോളും ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ട്. ആരും 3-0 പ്രൊഡിക്റ്റ് ചെയ്താരാ? 3-1. അങ്ങനെ ഫുൾ ടൈം ആയിരിക്കുകയാണ്. 3-0 നമ്മൾ ജയിച്ചത്. ഈ ഒരു വർഷത്തെ അവസാനത്തെ ഹോം മാച്ച് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ. അതേതായാലും നല്ല അടിപൊളിയായിട്ട് 3-0 എന്നുള്ളൊരു വിന്നനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഹോമില് എന്താ പറയുക, ഗോളൊന്നും കൺസീഡ് ചെയ്തില്ല എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം. 3 ഗോൾ അടിച്ചു. ഒരു ഗോള് കറക്റ്റ് ആയിട്ട് അവരെ കീപ്പർ മിസ്റ്റേക്ക് ആയിരുന്നു. എന്നിരുന്നാലും 3-0 എന്നുള്ളൊരു മാർജിനിൽ ജയിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി 2-3 എവേ ഗെയിംസ് ആണ്. അപ്പം ആ ഒരു എവേ ഗെയിംസിന് ഈ ഒരു ഗെയിം എന്തായാലും ബൂസ്റ്റ് ചെയ്യുന്നു വിചാരിക്കാം. സ്റ്റാൻഡിൽ മഞ്ഞപ്പടേന്റെ ഭാഗത്തു നിന്ന് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എന്നിരുന്നാലും ടീമിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു പെർഫോമൻസ് പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദൻ സെസി എന്ന് പറയുന്നത് പോയിന്റ് ടേബിളിലെ നിലവിലെ അവസാന സ്ഥാനക്കാരാണ്. അപ്പം ലീഗിലെ ഏറ്റവും മോശമായിട്ട് കളിക്കുന്ന ഒരു ടീം, അല്ലെങ്കിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ഒരു ടീമിനോടുള്ള ഒരു ജയം എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അത്ര വലിയ കാര്യമായി പറയാനൊന്നുമില്ല. എന്നിരുന്നാലും 3 പോയിന്റ്, ഹോമിലെ 3 പോയിന്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്ലേ ഓഫ് കളിക്കാനുള്ള ഒരു അവസരം ഈ പോയിന്റ് കിട്ടുന്നതിലൂടെ സാധ്യമാകും. അപ്പം ഏതായാലും സന്തോഷമുണ്ട്. ഈ ഒരു കൊല്ലത്തെ അവസാന ഹോം മാച്ച് വിജയിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ കഴിയുന്നതിൽ നല്ല സന്തോഷമുണ്ട്.